അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചപ്പോൾ അക്കാര്യം വളരെ വ്യക്തമായി. രാജ്യത്തെ അയോഗ്യനായ മുഖ്യമന്ത്രിയാണ് യോഗിയെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ. അയ്യപ്പ സംഗമം നടന്നല്ലോ, പക്ഷെ അതിൽ അതിൻ്റെ ആത്മാർത്ഥതയിൽ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ യോഗിയുടെ ആശംസകളൊക്കെയാണ് അവിടെ വായിച്ചിട്ടുള്ളത്. അത് വിശ്വാസികളെയും ഭൂരിപക്ഷ സമൂഹത്തെയും എന്നപോലെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിലും അത് ചില എന്താ പറയുക സംശയം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടത് മാറും. കാരണം യോഗി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സമീപനം എല്ലാവർക്കും സ്വീകാര്യമായൊരു സമീപനമല്ല. രാജ്യത്തെ അയോഗ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് യോഗി എന്നുള്ളത്. അപ്പം അദ്ദേഹത്തെ തന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. മുസ്ലിം ലീഗിനെ കുറിച്ച് CPM നേരത്തെ പറഞ്ഞത് നല്ല കാര്യങ്ങളെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അന്ന് പറഞ്ഞ യോഗ്യതകൾ ഇപ്പോഴും ലീഗിനുണ്ട്. മുസ്ലിം ലീഗിനെ വർഗീയത പോരെന്ന് പറഞ്ഞാണ് INL ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം അങ്ങനെ കണ്ടാൽ മതിയെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ അല്ലേ? അതാണ് അതിൻ്റെ ശരി. അന്ന് അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളത്. ലീഗ് എന്തുകൊണ്ടായിരുന്നു അന്ന് നല്ല അഭിപ്രായം പറഞ്ഞത്? ആ ഒരു സവിശേഷതകൾ ഇപ്പോഴും ലീഗിനുണ്ട്. UDF രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളതൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ മുസ്ലിം ലീഗ് എപ്പോഴും ഒരു മീഡിയേറ്ററുടെ റോളാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതിനെ ഇനിയിപ്പോൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്നുള്ള നിലക്കാണ് INL ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, ശരിക്കും CPM പുതിയ നിലപാടിൽ മുസ്ലിം ലീഗിന് നല്ല അമർഷമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു കാലത്ത് LDFിലേക്ക് മുസ്ലിം ലീഗ് വരും എന്നുള്ള ഒരു പ്രതീക്ഷ CPMനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ആ പുകഴ്ത്തലിനൊക്കെ പിറകെയാണ് ഇപ്പോൾ അവരെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ വേളയിലാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ ഈ പരാമർശം വന്നിരിക്കുന്നത്. അന്ന് പറഞ്ഞ അതേ യോഗ്യത ഇപ്പോഴും തങ്ങൾക്കുണ്ട്, പക്ഷേ തങ്ങൾ UDFിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും LDFിലേക്ക് വരില്ല എന്ന് കാണുമ്പോൾ CPM നേതാക്കൾ മുസ്ലിം ലീഗിനെ ഇകഴ്ത്തി കാണിക്കുന്നു, അവരെ പരാമർശിക്കുന്നു, മോശമായി ചിത്രീകരിക്കുന്നു എന്ന് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. ഇതോടൊപ്പമാണ് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം കൂടി വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിലെ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട് എന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമാണ് അവിടെ വായിച്ചത്. അത് എന്ത് സന്ദേശമാണ് നൽകുക? ഭൂരിപക്ഷത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിനും ഒരുപോലെ സംശയം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സന്ദേശവും അവിടെ വായിക്കുമ്പോൾ. പ്രത്യേകിച്ചും അദ്ദേഹം രാജ്യത്തെ അയോഗ്യനായ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. അങ്ങനെയുള്ള വ്യക്തിയുടെ സന്ദേശം അവിടെ കൊണ്ട് വായിക്കുമ്പോൾ സ്വാഭാവികമായും അത് സംശയം ജനിപ്പിക്കും. ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുള്ളവരാണ് കേരളത്തിലെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നവരാണ് അയ്യപ്പന്മാർ. അത്തരമൊരു വേളയിലാണ് ഈ വ്യക്തിയുടെ പരാമർശം, അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം അവിടെ വായിക്കുന്നത്. അതാണ് സംശയത്തിന് ഇടയാക്കുന്നത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതോടൊപ്പമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ INLനെതിരെ ഒരു പരാമർശം ഉന്നയിച്ചിരുന്നു. അവർക്ക് വർഗീയ കാഴ്ചപ്പാടുണ്ട് എന്നായിരുന്നു ആ ഒരു പരാമർശം. അതുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം വന്നു. മുസ്ലിം ലീഗിനെ വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് INL ഉണ്ടായത്. സ്വാഭാവികമായും ആ വിധത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കാണേണ്ടത് എന്നും സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.